ഏതായാലും സുപ്രധാനമായ ഒരു വിധി സോളാർ കേസുമായി ബന്ധപ്പെടുത്തി വന്നിരിക്കുന്നു. അതിന്റെ ചർച്ചകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ ഒരുപക്ഷെ ആവർത്തിച്ച് ശ്രീ സലീം സൂചിപ്പിക്കുന്ന ഒരു വിഷയം, പക്ഷേ ഇവിടെ ശ്രീ പി സി തോമസ് എടുത്തു പറഞ്ഞൊരു വലിയ വിഷയമുണ്ട്. അതായത് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും കേസ് എങ്ങനെ വന്നുവെന്നും കേസിന്റെ ആധാരം എന്താണ് എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസ് അതിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയിട്ട് തന്നെ കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിയാണിത്. ഇങ്ങനെ ഒരു ഇത്ര തുകയുടെ ഒരു ശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിവിടെ കുരുവിള തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇതൊരു ചെറിയ ലാഭക്കച്ചവടമാണെന്ന് കരുതിയാണ് ഇത്രയും തുക ചോദിച്ചത്. ഏതാണ്ട് 1 കോടി സംതിങ് അങ്ങനെയാണ് തുക. പക്ഷേ പിന്നീട് ഇതൊരു വലിയ സാധ്യതയുള്ളതാണ് എന്ന് കണ്ടിട്ട് ഏതാണ്ട് 1000 കോടി രൂപ വാങ്ങാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അത്രയും ആവശ്യപ്പെട്ടു, അതും അത്രയും രൊക്കം പൈസയായി തന്നെ ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ ആകാഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. ഇതാണ് ആ കേസിന്റെ ഒരുപക്ഷെ വേറൊരു ഭാഗം. ആ ഭാഗം കൂടി നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സോളാർ കേസുമായി ബന്ധപ്പെടുത്തി ഒക്കെ പരിശോധിക്കേണ്ടതല്ലേ? അല്ല, സോളാർ കേസ് ഗൗരവതരമായൊരു അഴിമതി പ്രശ്നമായി കേരളത്തിൽ വന്നപ്പോൾ ശ്രീ സലീം പറഞ്ഞതുമാതിരി തന്നെ അദ്ദേഹവും ഞാനും ഒക്കെ ഒത്തിരി ഡിസ്കഷനിൽ പങ്കെടുത്തിരുന്നു. അപ്പം സരിത അടക്കമുള്ള ആ കേസുകൾ, അത്തരം കേസുകൾ വന്നപ്പോൾ ഗൗരവതരമായി ചർച്ച ചെയ്തിരുന്നുവെന്നും മാത്രമല്ല, അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ സമീപനം, ഒരു വശത്ത് സരിതയുടെ അടക്കമുള്ള സരിതയെ പോലെയുള്ള ആളുകളുടെ വെളിവാക്കൽ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടവരുടെ വെളിവാക്കൽ, അവരുടെയൊക്കെ പേര്, കോൺഗ്രസ്സുകാരടക്കമുള്ളവരുടെ പേരുകളൊക്കെ നമുക്കറിയാം, അതൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഏതായാലും അവരുടെയൊക്കെ വെളിവാക്കൽ, അത്തരം വെളിവാക്കലുകൾ വരുമ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റെന്ന സാമാന്യ ബുദ്ധിയുടെ ഒരു വിവേചന അധികാരമുണ്ടല്ലോ സലീം. ആ അധികാരം ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടി പ്രതിരോധം നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായി നിൽക്കുന്നു എന്നാണ്. അധികാരമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടിയുടുപ്പുകൾ വരെ അഴിഞ്ഞു വീഴുകയും തികച്ചും അവസരവാദിയും അതുമാതിരി തന്നെ നഗ്നനും നിർലജ്ജനുമായൊരു അഴിമതിക്കാരനായി സ്വയം തീരുമാനിക്കപ്പെടുകയും വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടും എന്ന ബോധ്യമുണ്ടായ സമയത്താണ് ഞാൻ അത്തരം ചർച്ചകളിൽ അത്തരം നിലപാടുകളെടുത്തത്. അങ്ങനെ നിലപാടെടുക്കുന്നത് ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിനു വേണ്ടി വാദിക്കുന്ന സലീം അടക്കമുള്ള ആളുകൾക്കും പ്രതിരോധങ്ങളില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അല്ലാതെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ ആക്ഷേപമൊന്നും ആയിരുന്നില്ലല്ലോ അത്. മറിച്ച് ക്ലിഫ് ഹൗസിൽ ഏത് സമയവും നിരങ്ങി നടക്കാൻ കഴിയുന്ന ആളുകൾ, ആ ആളുകൾ തന്നെ പുറത്തു വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയെ, ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാകും. അത് മുഖ്യമന്ത്രി ആയിരിക്കുന്നു പ്രതിസ്ഥാനത്ത് എന്നതുകൊണ്ട് ഏത് പൗരനും അതിനോട് പ്രതികരിക്കണം. സലീം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നല്ലോ, ഞങ്ങൾ പറഞ്ഞത് ശരിയായി എന്ന് ബോധ്യപ്പെട്ടില്ലേ? അങ്ങനെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ, സലീമിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ താങ്കളുടെ KPCC പ്രസിഡന്റിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 22 സീറ്റെങ്കിലും കിട്ടിയത് ഒരുപക്ഷെ അദ്ദേഹം നടത്തിയ കേരള ജാഥ മുഖാന്തിരമാണ് എന്നുവരെ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇന്നലെ തന്നെ AK ആൻ്റണിയും VM സുധീരനും കഴിഞ്ഞ സർക്കാരിൻ്റെ പടർന്നു പിടിച്ചിരുന്ന അഴിമതിയെക്കുറിച്ച് സംസാരിച്ചുവല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാനപ്പോൾ കുന്തമുന പോലെ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. ഇവിടുത്തെ ശരാശരി മനുഷ്യർ അതേക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് സലീം ചെയ്തത്. അങ്ങനെ ഞാൻ പ്രതിഫലിച്ചാണ് ശരി എന്ന് നിങ്ങൾക്ക് കിട്ടിയ സീറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ സാഹചര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിലെ കാര്യത്തിലേക്ക് വന്നാൽ, സൗമ്യ, MK കുരുവിള എന്ന് പറയുന്നയാൾ ഇപ്പോൾ നമുക്കറിയുന്നയാളല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം MK കുരുവിളയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ മുറവിളി അടക്കമുള്ള ധാരാളം വാർത്തകളെന്ന് പ്രചരിച്ചിരുന്നു നമുക്കറിയാം. ഏകപക്ഷീയമായി ആക്രമിക്കപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ധാരാളം വാർത്തകളെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിച്ചിരുന്നു. അതാണ് യാഥാർത്ഥ്യം. സലീമും ഞാനുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ മാലേലി ശ്രീധരൻ നായരെ പോലുള്ള ആൾക്കാർ അങ്ങോട്ട് ആക്രമിക്കപ്പെട്ടിരുന്നില്ല. മറിച്ച് ഈ MK കുരുവിളയുണ്ടല്ലോ, അദ്ദേഹം അങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും കേസിൽ കുടുക്കപ്പെടുകയും ഹൈക്കോടതിയിൽ എത്തപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അങ്ങനെ നമുക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ച്. എങ്കിലും അന്ന് അറിയുന്ന MK കുരുവിളയല്ല ഇന്ന് ഈ കേസ് നടത്തി ജയിച്ച MK കുരുവിള. മുമ്പാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു MK കുരുവിള സാമ്പത്തിക ഇടപാടിൽ പെട്ടു, അങ്ങനെ ഉമ്മൻചാണ്ടി അപ്പുറത്ത് നിർത്തി പറയുന്നു എന്നൊക്കെ പറയാമായിരുന്നു. ഇന്ന് അങ്ങനല്ല. അദ്ദേഹം അതിന്മേലൊരു കേസ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള, അദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ സലീം, അദ്ദേഹം കൈക്കൂലി കൊടുത്ത തുക അത് ഇവർ പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ച തുകയാണ്. അതിനൊക്കെ തെളിവുണ്ട്.
ആ നിലയ്ക്കുള്ള തുകകളെ സംബന്ധിച്ചുള്ള കണക്കുകൾ കോടതിയിൽ ഹാജരാക്കി കോടതി അതിലൊരു കേസുണ്ടെന്ന് കണ്ട് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചവർ വരാതിരിക്കുകയോ വരികയോ അല്ലെങ്കിൽ നേരത്തെ PC തോമസ് പറഞ്ഞതുമാതിരി ഒരിക്കൽ വരികയും പിന്നെ വരാതിരിക്കുകയും എങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ അവർ വരികയും ഒളിച്ചു കളിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും നിലനിൽക്കത്തക്ക ഒരു കേസുണ്ട്, അതിനുള്ള എവിഡൻസുമുണ്ട്. അതേ സംബന്ധിച്ച് പ്രതിഭാഗത്തിനൊന്നും പറയാനില്ല എന്നത് അത് സത്യത്തിൽ തെളിവൊന്നുമില്ലെങ്കിൽ പ്രതിപക്ഷം ഹാജരായി ഒന്നും പറഞ്ഞില്ലെങ്കിലും കേസ് തള്ളിപ്പോവും. അപ്പം അങ്ങനെ വരുമ്പം എന്തെങ്കിലും ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ്. ഏതായാലും ശ്രീ സലിമിന്റെ മറുപടിയിലേക്ക് ഞാൻ വളരെ വേഗം തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ PS സലിം, ഇവിടെ ശ്രീ ഭാസ്കരേന്ദ്രബാബു നിരവധി കാര്യങ്ങൾ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അവസാനം പറഞ്ഞ ആ ഒരു വിഷയത്തിൽ ഊന്നി വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഇവിടെ കേസിൽ പങ്കുചേർന്ന ആരവിടെ വന്നോ ഇല്ലെങ്കിൽ മറുഭാഗം കേട്ടോ ഇല്ലയോ എന്നതൊന്നും വിഷയമല്ല. കോടതിക്ക് ഈ വിഷയത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നി. മറ്റു കാര്യങ്ങൾ MK കുരുവിള മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വാസ്തവമാണ് എന്ന് തോന്നിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലുണ്ടായ ഒരു കോടതി വിധിയാണിത്. ശ്രീ സലീം, താങ്കൾ ടെലിഫോൺ ലൈൻ ഉണ്ടെന്ന് കരുതുന്നു. അതിന് ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല. യെസ്, അദ്ദേഹം ടെലിഫോൺ കട്ടായതാണ്. ശ്രീ PC തോമസ് ടെലിഫോൺ ലൈനിലുണ്ടോ? താങ്കൾക്ക് കേൾക്കാമെന്ന് വരുന്നു ശ്രീ PC. ഒരു പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ ശ്രീ സലീം ആയാലും ഒക്കെ തന്നെയും ഇത് ആവർത്തിച്ച് പറയുന്നത് ഈ എക്സ് പാർട്ടി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ലോയുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായും തോന്നുമായിരിക്കും. പക്ഷേ ഇവിടെ ശ്രീ ഭാസ്കരേന്ദ്രബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിൽ ഈ വിഷയം വരുന്നു. അവിടെ മറുഭാഗം കേൾക്കാൻ അല്ലെങ്കിൽ മറുഭാഗം പറയാൻ ആളുണ്ടോ ഇല്ലയോ എന്ന് കോടതി പരിശോധിക്കുമ്പോഴും ഇതിൻ്റെ മെറിറ്റിലേക്ക് അല്ലെങ്കിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് സാധാരണ കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് പ്രതികൾക്ക് അവസരം കൊടുക്കും. അതാണ് സമൻസ് ആദ്യം അയക്കുന്നത്. സമൻസ് ആദ്യം അയച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ ഹാജരായില്ല എങ്കിൽ അടുത്ത ഒരു നടപടി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ഇപ്പൊ ക്രിമിനൽ കേസിലാണെങ്കിൽ പിന്നെ വാറന്റ് അയക്കും. ഇപ്പൊ സിവിൽ കേസിലാണെങ്കിൽ നോട്ടീസ് കിട്ടിയില്ല എന്നുള്ള അതാണ് കോടതിയിൽ വന്നിട്ടുള്ളതെങ്കിൽ വീണ്ടും നോട്ടീസ് അയക്കും, പക്ഷെ അല്ലെ സമൻസ് അയക്കും. പക്ഷേ ഇതിനകത്ത് കിട്ടി, അതനുസരിച്ച് ഹാജരായി. ഒരുപക്ഷെ ആദ്യം അത് എക്സ് പാർട്ടി ആയി എങ്കിൽ പോലും അതിനകത്ത് ശ്രീ ഉമ്മൻചാണ്ടി ഒരു വക്കീലിനെ വെച്ച് ഹാജരായി എക്സ് പാർട്ടി മാറ്റിത്തരണം എന്ന് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ മാറ്റിക്കൊടുത്തു എന്നാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം വീണ്ടും എക്സ് പാർട്ടി വിധിയായപ്പോൾ അതിന്റെ അർത്ഥം അതിനകത്ത് വേണ്ടത്ര കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കണ്ടസ്റ്റ് ചെയ്യാതെയാണ് എങ്കിൽ പോലും ഒരു കോടതി വിധിയാകുന്നതിന് മുമ്പ് ആ വാദിയുടെ കേസ് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു അഫിഡവിറ്റ് മുഖാന്തരമാണെങ്കിലും മതി ഒരു തെളിവ് കോടതിക്ക് വേണം. ആ തെളിവ് വെച്ചുകൊണ്ടുള്ള ഒരു വിധി വന്നാൽ ആ വിധിയും എക്സ് പാർട്ടി അല്ലാത്ത വിധിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കോടതി വിധി പിന്നെ നടപ്പാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നടപ്പാക്കാനായിട്ട് വാദിക്ക് അവകാശമുണ്ട്. വാദി അതിന് നീങ്ങുമ്പോൾ വേണമെങ്കിൽ നാളെ ഇത് ഈടാക്കാനായിട്ട് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ജപ്തി ചെയ്യാം, അല്ലെങ്കിൽ ജപ്തിക്കും വരാൻ വയ്യാത്ത ഒരു സാഹചര്യമാണെങ്കിൽ വേണമെങ്കിൽ അറസ്റ്റ് വരെ ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ലൈറ്റായിട്ട് ഇതൊരു എക്സ് പാർട്ടി വിധിയാണല്ലോ എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും രക്ഷപ്പെടാനായിട്ടോ അല്ലെങ്കിൽ ഇത് കുറവായിട്ട് കാണാനോ പറ്റത്തില്ല. ഇതൊരു വിധിയാണ്. ആ വിധി ചെറിയൊരു കാര്യമല്ല, വലിയൊരു അഴിമതി കേസാണ്. വലിയൊരു അഴിമതി കേസിൽ കണ്ടസ്റ്റ് ചെയ്യാതിരിക്കും എന്ന് വിചാരിക്കാൻ വയ്യ. പക്ഷേ ഇതിനകത്ത് കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അധികങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഇത്രയും വലിയ ഒരു കേസിൽ, ഇത്രയും വലിയ അഴിമതി കേസിൽ, ഇത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു കേസിൽ ആദ്യം ഒന്ന് എക്സ് പാർട്ടി സെറ്റിസ്ഫൈഡ് ചെയ്തിട്ട് വീണ്ടും എക്സ് പാർട്ടി ആയി എന്ന് കാണുമ്പോൾ ഇനി ഈ വിധിക്ക് മറികടക്കാൻ വേണ്ടി എക്സ് പാർട്ടി സെറ്റിസ്ഫൈഡ് ചെയ്ത് അല്ലെങ്കിൽ അത് മാറ്റി തന്ന് ഈ വിധി അസ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞ് അതേ കോടതിയിൽ ചെന്ന് അപേക്ഷിച്ചാലും ചിലപ്പോൾ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും? ചെയ്യണം നിർബന്ധമില്ല. കാരണം അതിനുള്ള ഒരിക്കൽ അവസരം കൊടുത്തതല്ലേ. എന്നിട്ടും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കണ്ടസ്റ്റ് ചെയ്യാതിരുന്നു എന്നുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതേ കോടതി ചിലപ്പോൾ ആ പെറ്റീഷനെ തള്ളിയെന്ന് വരാം. അത് അപ്പീല് പോയാലോ? അപ്പീല് പോയാൽ കീഴ്ക്കോടതി ചെയ്ത് ശരിയാണോ എന്ന് മാത്രമല്ല നോക്കത്തുള്ളൂ. കീഴ്ക്കോടതി ചെയ്ത് ശരിയാണല്ലോ,
ഒരാൾ ഹാജരാകുന്നില്ല എങ്കിൽ ചെയ്യേണ്ട പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെയാണ് എങ്കിൽ വിധി ഫൈനല. അതുകൊണ്ട് ഇത് കോൺഗ്രസ് ഇത് 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 ബൈറ്റായിട്ട് എടുത്താൽ വലിയൊരു ക്ഷീണം ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ വരും എന്നുള്ളതാണ്. ഞാൻ തിരികെ അവിടെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു സംശയം ഉമ്മൻചാണ്ടി മനഃപൂർവ്വം ഈ കേസ് കണ്ടസ്റ്റ് ചെയ്യാഞ്ഞതാണോ എന്ന് തന്നെയാണ്. പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ആദ്യ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിലെ ആദ്യ ശിക്ഷയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സെഷൻസ് കോടതി. ഉമ്മൻചാണ്ടി അടക്കം 4 പേർ 2,10,00,000 നൽകണം എന്നതാണ് ഈ വിധി. MK കുരുവിള എന്ന വ്യവസായി നൽകിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് ചർച്ച പുരോഗമിക്കുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു നമ്മുടെ തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ ശ്രീ PC തോമസും ചേരുന്നുണ്ട്. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരു പക്ഷേ ഇവിടെ സൂചിപ്പിച്ചത് തന്നെയാണ് സുപ്രധാനമായ വിഷയം. എക്സ്പാർട്ടി വിധിയായിരുന്നു എങ്കിലും അതിനെ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ആ കേസിനെ നേരിട്ടില്ല എന്നത് തന്നെയാണ് ഒരു വിഷയം. ശ്രീ PC തോമസ് പറഞ്ഞു നിർത്തിയത് അത് റീസൺ അത് എന്തെങ്കിലും ആകാം, നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ അവിടെ തന്നെയല്ലേ സുപ്രധാനമായ വിഷയം, എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഈ കേസിനെ നേരിട്ടില്ല? കേസ് അറിയാതെ പോയതല്ല, കോടതിയിൽ നിന്ന് നോട്ടീസ് വന്ന 2 തവണയും നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. എക്സ്പാർട്ടി സെറ്റിസൈഡ് ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വക്കീലിനെ സ്വാഭാവികമായും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ കേസ് നേരിടാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കാതിരുന്നതിലെ ഒരു രാഷ്ട്രീയം അത് കാണാതിരിക്കാൻ കഴിയുമോ? സൗമ്യ, അത് കേസിനെ സംബന്ധിച്ചോളം കീഴ്ക്കോടതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം ഈ വിചാരണ നടക്കുന്ന ഏക കോടതി കീഴ്ക്കോടതിയാണ്. ബാക്കിയെടുത്ത് എടുക്കപ്പെട്ട വിധിയെ സംബന്ധിച്ച പുനഃചിന്തനം മാത്രമാണുള്ളത്, സാക്ഷിമൊഴിയോ അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പം യഥാർത്ഥ വിചാരണ നടക്കുന്ന കീഴ്ക്കോടതിയിൽ പോകണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ കൃത്യമായും പല കാര്യങ്ങളിലും നല്ല കൗശല ബുദ്ധി പ്രദർശിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അതൊരു സ്ലിപ്പല്ല, മറിച്ച് അദ്ദേഹത്തിന് അവിടെ പോയാലും വലിയ കാര്യമില്ല എന്ന് തോന്നുന്നത് കൊണ്ട് ഒരു പക്ഷേ എക്സ്പാർട്ടി എന്ന് വിധിക്കട്ടെ എന്നിടയ്ക്ക് എടുക്കേ നിർവാഹമുള്ളൂ. വെച്ചാൽ ഇവിടെ ഒരു കേസ് കൊടുക്കാവുന്ന സാഹചര്യം കുരുവിളയെ സംബന്ധിച്ച് അദ്ദേഹം പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് നിഷേധിച്ചു. കുരുവിളയ്ക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ ഇവിടെ ഒരു കേസ് വരാതിരിക്കാനൊക്കെ അദ്ദേഹം നോക്കി. പക്ഷേ അത് നടന്നില്ല. ബാംഗ്ലൂർ കേസ് വന്നു. അത് തടയാൻ അദ്ദേഹത്തിന് ഏതോ സാഹചര്യത്തിൽ കഴിയാതെ പോയപ്പോൾ പിന്നെ പലപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലി നോക്കിയാൽ നമുക്കത് കാണാനാവും. ഉമ്മൻചാണ്ടി ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ ഫയൽ ചെയ്തിട്ട കേസുകൾ, അതിലൊക്കെ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടെന്ത്? എല്ലാം വളരെ നിസ്സാരമായി കാണുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഇതിനൊക്കെ ഉത്തരവാദി ഞാനാണ് എന്ന് പറയുന്ന ഒരു ശൈലി. ആ അർത്ഥത്തിൽ അധികാരപ്രമത്തത കൊണ്ട് എല്ലാം നിസ്സാരമായി കാണാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരാൾ, അങ്ങനെയാണ് നമുക്ക് കണ്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇതും നെഗ്ലക്റ്റ് ചെയ്യാം, നെഗേറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താ? ഏതറിഞ്ഞാലും അറിയാതെയും ആയിക്കോട്ടെ, അദ്ദേഹം അവിടെ പോയില്ല. കേസ് എക്സ്പാർട്ടി വിധിയായി. അങ്ങനെ വിധിയായപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾ എന്ന നിലയ്ക്ക് ഒരു സ്റ്റാറ്റസ് വന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ NDA ഭരണക്രമം പാർലമെൻറ്റിൽ തന്നെ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിരിക്കുന്ന കേസുകൾ ഒരു വിഷയമായി ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യം സൗമ്യയ്ക്കും അറിയാവുന്നതാണല്ലോ. ഒരു പ്രധാന വിഷയമായി ഉമ്മൻചാണ്ടിക്കെതിരെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയാണ്, ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഗൗരവതരമായി നമ്മുടെ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടു. കോൺഗ്രസിനെതിരെ ഉപയോഗിച്ചു NDAയുടെ നേതാക്കൾ. ഇനിയിപ്പോൾ നോക്കുക, പാർലമെൻറ്റ് സമ്മേളനം വരുമ്പോൾ ഈ ശിക്ഷാവിധി ഉപയോഗിക്കപ്പെടില്ലേ? അങ്ങനെ ദേശീയമായി തന്നെ കോൺഗ്രസിൻ്റെ സത്യത്തിൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായി ഇതിപ്പോൾ മാറിയിരിക്കുന്നു. അപ്പം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ അഴിമതിയുമായി ബന്ധിപ്പിച്ച് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഈ കെടുകാര്യസ്ഥതയും ആരോപണ സ്വഭാവവും ഒക്കെ കാണുമ്പോൾ കൃത്യമായി നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അതിനവർ വലിയ വില കൊടുക്കുന്ന മറ്റൊരു കാലമുണ്ടായിരിക്കുന്നു. അതാണ് കാണുന്നത്. ഇപ്പോഴാകട്ടെ ഈ നിലയ്ക്ക് ഉമ്മൻചാണ്ടിയെ കോടതി ശിക്ഷിക്കുന്ന സമയത്ത് തന്നെ KPCC അധ്യക്ഷനും അതുമാതിരി തന്നെ ഈ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ സുധീരനും അതുപോലെ AK ആൻ്റണിയുമൊക്കെ ഇന്നലെ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ അഴിമതിയെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ആരാണ് ഇനി അവശേഷിക്കുന്നത് കോൺഗ്രസ്സിൽ? സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത കോൺഗ്രസ്സിന് എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ സഹായിക്കാനാവുക? അതുകൊണ്ട് വൻതോതിലുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്ക് കോൺഗ്രസ് കേരളത്തിലും അതുമാതിരി തന്നെ ദേശീയ തലത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെടും. അങ്ങനെ എടുത്തെറിയപ്പെടുന്ന ഒരു സാഹചര്യം
ഈ കോടതി വിധി മൂലം സംജാതമാകുന്നുണ്ട്. അതിന് വളം വെച്ചത് വഴിമരുന്ന് ഇട്ട് കൊടുത്തത് ഉമ്മൻചാണ്ടി തന്നെയാണ്. അവിടെയാണ് ശ്രീ പി എസ് സലീം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ പി എസ് സലീം, അതാണ് വലിയ വിഷയം. നമ്മളിപ്പോൾ എന്തൊക്കെ ഇതിൽ ന്യായീകരിച്ചാലും എക്സ് പാർട്ടി വിധി എന്നൊക്കെ പറഞ്ഞിതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതൊരു കോടതി വിധിയാണ്. അതിനെ എങ്ങനെയായിരിക്കും കോൺഗ്രസിനെതിരെ തന്നെ ഉപയോഗപ്പെടുത്തുക? നമുക്കറിയാം ഈ ഒരു വിഷയം സ്വാഭാവികമായും കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന് മറുപടി പറയേണ്ടതായി തന്നെ വരും. അവിടെയൊന്നും ഈ എക്സ് പാർട്ടി വിധി എന്ന രീതിയിൽ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതൊരു കോടതി വിധിയാണ്. ഇനി എത്ര മേൽക്കോടതിയിൽ പോയാലും ഈ വിധിയിൽ ഊന്നിയുള്ള നിരീക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അവിടെ കേസ് ബാധിച്ച് ജയിച്ച് കാണിക്കേണ്ടതായിരുന്നില്ലേ മാതൃകാപരം? ശ്രീ പി എസ് സലീം. അല്ല സ്വാമി, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ബാസുരേന്ദ്ര ബാബുവിന്റെ ഒരു അഴിമതി വിരുദ്ധ ഒരു വാക്കുകൾ എന്നെ കേരളത്തിൽ ശ്രീ ഇ.പി. ജയരാജൻ ഒരു ഗവൺമെന്റ് അധികാരത്തിലേറി അതിന്റെ മധുവിധു കഴിയുന്നതിന് മുമ്പ് രാജിവെച്ചു പോകേണ്ടി വന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടൊന്നുമല്ല. അഴിമതിക്കെതിരായിട്ട് ബഹുമാനായ ബാസുരേന്ദ്ര ബാബു പറയുമ്പോൾ അത് ഈ കോടതി വിധിയുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം. ഇവിടെ ഇ.പി. ജയരാജൻ ഒരു മന്ത്രിസഭ അഴിമതിക്കെതിരായി പ്രചരണം നടത്തി അധികാരത്തിൽ വന്ന ഒരു മന്ത്രിസഭ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എവിടെ എത്തി നിൽക്കുന്നത് ആലോചിക്കണം. ആ മന്ത്രിസഭ അധികാരത്തിലേറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പിണറായി വിജയന്റെ, നേരത്തെ ഞാൻ കുന്തമുനയെന്ന് സൂചിപ്പിച്ചു, പിണറായി വിജയന്റെ ഒരു ചാവേർ സംഘത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണത്തിന്റെ മുൻനിരയിൽ നിന്നൊരാളാണ് ഇപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെടുത്തി ഈ ഒരു ബാംഗ്ലൂർ കോടതിയിൽ നിന്ന് വന്ന ഒരു പറയുമായിരിക്കും. പക്ഷെ അവിടെ സുപ്രധാനമായ രണ്ട് വിഷയമുണ്ട് നമ്മൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കാണാഞ്ഞത്. ഒന്ന്, ആ മന്ത്രി ഇപ്പോൾ ആ സ്ഥാനത്തില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. അതിലും വിപുലമായ വലിയൊരു അഴിമതി വിഷയമായിരുന്നു സോളാറുമായി ബന്ധപ്പെട്ട് വന്നത്. ഇവിടെ അത് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, തെളിഞ്ഞിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വളരെ ചെറിയൊരു കേസ് മാത്രമേ ആയിട്ടുള്ളൂ. നേരത്തെ സരിത അടക്കമുള്ളവർ പറഞ്ഞില്ല, ഏതാണ്ട് 10,000 കോടിയുടെ തട്ടിപ്പാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യമിട്ടിരുന്നത്. അല്ല, സോളാർ കേസിൽ അതിന് മുമ്പ് ഒരു ബാക്ക് ഫയൽ ഉണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സോളാർ കേസിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. 10,000 കോടിയുടെയും 100 കോടിയുടെ ഒക്കെ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ എക്സ് പാർട്ടി എന്ന വാക്ക് പറയുമ്പോൾ ബാസുരേന്ദ്ര ബാബുവും പി.സി. തോമസും അതിനൊരു കോടതി വിധിയുടെ ഒരു പൂർണ്ണമായ ആധികാരികത കൊടുക്കുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഇതൊരു കണ്ടസ്റ്റഡ് കേസ് അല്ലെന്ന് നമുക്കെല്ലാം അറിയാം, നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ ടെക്നിക്കലി ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കലി അവിടെയാണ് ശ്രീ സലീം, ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു കേസ് അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു എങ്കിൽ നമുക്കത് അംഗീകരിക്കാം. ഇവിടെ 2 തവണ നോട്ടീസ് കൈപ്പറ്റി കോടതിയെ സമീപിച്ചിട്ടുണ്ട് സെറ്റിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സമയത്തൊക്കെയും ഉണ്ടായിരുന്ന ഒരു വക്കീലിനെ എന്തായാലും ഉപയോഗിക്കേണ്ടി വരുമല്ലോ. അത് എന്തുകൊണ്ടെന്നാൽ കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കാണിച്ചില്ല. എന്തുകൊണ്ട്, എങ്ങനെയാണ് ഇതൊരു എക്സ് പാർട്ടി വിധിയായി മാറിയത്? കോടതിക്ക് പോലും ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സിവിൽ കേസ് അത് കണ്ടക്ട് ചെയ്ത് എവിഡൻസ് എടുത്ത് നടത്തുന്ന ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് എന്നുള്ള ഒരു നോർമൽ പ്രൊസീജിയർ ഇവിടെ ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടെന്നുള്ള ആ ചോദ്യം അതിലേക്ക് വരാം. പക്ഷെ ഇവിടെ നമ്മുടെ എല്ലാം മുമ്പിലുള്ള ഒരു അവൈലബിൾ ഇൻഫർമേഷൻ എന്താണ്? ഇതൊരു എക്സ് പാർട്ടി ജഡ്ജ്മെന്റിന്റെ നേച്ചർ ഉണ്ട്. ഇപ്പൊ കുരുവിള പറയുന്നു നേരത്തെ എക്സ് പാർട്ടി സെറ്റിസൈഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് എവിഡൻസ് എടുത്തിട്ടില്ല, ഇവിടെ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടില്ല, സാക്ഷികളെ വിസ്തരിച്ചിട്ടില്ല? അങ്ങനെ ഒരു കേസിൽ സ്വാഭാവികമായും ഒരു കംപ്ലൈന്റ്, ഒരു കേസ് ഒരു സിവിൽ കോടതി കൊടുത്താൽ എതിർഭാഗത്തിന് വാദങ്ങൾ പറയാനുള്ള ശ്രീ സലീം, അതിന് ഈ എക്സ് പാർട്ടി വിധിയിലേക്ക് നീങ്ങണമായിരുന്നോ? ഉമ്മൻചാണ്ടിക്ക് ഡയറക്റ്റ് ഈ കേസിലേക്ക് കടന്ന് കേസിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസിലേക്ക് കടന്ന് കേസ് ഇല്ലാതാക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാമായിരുന്നല്ലോ. ഇത് അങ്ങനെ ചെയ്തിട്ടില്ല. ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായും ഉമ്മൻചാണ്ടി ഇത്ര തുക കെട്ടിവെക്കണം, ഇത് ശിക്ഷയാണ് എന്ന് കോടതി പറയുമ്പോൾ അതൊരു ശിക്ഷ തന്നെയാണ്. അല്ല, ഈ നിമിഷം ബാസുരേന്ദ്ര ബാബുവിനും പി.സി. തോമസിനും ഒക്കെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റിന്റെ സാങ്കേതികതയിൽ ഊന്നി നിന്നുകൊണ്ട്
നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യാഖ്യാനങ്ങൾ നൽകാം. പക്ഷെ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനനേതാവിന്, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനനേതാവിനെതിരായി കുറെ ടാർഗറ്റഡ് ആയിട്ടുള്ള കുറെ നീക്കങ്ങൾ, ആസൂത്രിതമായ ഒട്ടേറെ കാര്യങ്ങൾ, കേരളത്തിലെ അധോലോക സാമ്രാജ്യങ്ങൾ, ബാർ മുതലാളിമാർ, കഴിഞ്ഞ ഗവൺമെന്റിൽ ഉമ്മൻചാണ്ടി സ്വീകരിച്ച ജനപക്ഷ നിലപാടുകളോട് വിയോജിപ്പുള്ളവർ, സലീം, താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണ്, ഒരു നിയമ വിദഗ്ധനാണ്. ഒരുപക്ഷെ അതിന്റെ നിയമവശങ്ങൾ കൂടി ഒരുപക്ഷെ ഈ സമയത്ത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. രാജീവ്, ശ്രീ പി എസ് സലീം പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഈ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സൗമ്യ, ഉമ്മൻചാണ്ടിക്ക് അറിയാതെ എക്സ്പാർട്ടി വിധിയായി ആണ് ഈ ഉമ്മൻചാണ്ടിക്കെതിരായി ഈ വിധി വന്നത് എന്ന കോൺഗ്രസ് നേതാക്കളുടെ ഈ വാദം പൊളിയുകയാണ്. അതിന്റെ കണക്ക് ഞാൻ പറയാം. കോടതിയിൽ നിന്ന് നമുക്ക് ലഭിച്ച രേഖകളാണ്. 2 പ്രാവശ്യം ആദ്യം ഈ കേസ് ഫയൽ ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിക്ക് സമൻസ് പോയി. 2 പ്രാവശ്യവും സമൻസിൽ ഉമ്മൻചാണ്ടി ഹാജരായില്ല. അതിനുശേഷം എക്സ്പാർട്ടിയായി കോടതി ഈ കേസ് പ്രഖ്യാപിച്ചു. അതിനുശേഷം തൊട്ടടുത്ത ഹിയറിംഗ് ഡേറ്റിൽ ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ വക്കാലത്ത് ഫയൽ ചെയ്തു. എക്സ്പാർട്ടി സെറ്റിസൈഡ് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. അതിന്റെ അടുത്ത ഹിയറിംഗ് ഡേറ്റിൽ അഫിഡവിറ്റും സത്യവാങ്മൂലവും ഉമ്മൻചാണ്ടി ഈ കേസിൽ ഫയൽ ചെയ്തു. അതിനുശേഷം ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്തതിനു ശേഷം കേസിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകന് ലഭിച്ചു. ഈ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം പിന്നീടുണ്ടായ സംഗതി ഇങ്ങനെയാണ്. പിന്നീട് 4 ഹിയറിംഗ് ഡേറ്റ് വെച്ചു. ഉമ്മൻചാണ്ടിയുടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടു. 4 തവണയും ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ ഹാജരായില്ല. അതിനുശേഷം വളരെ പ്രമാദമായ ഒരു സംഭവം ഉണ്ടായി. പേപ്പർ പബ്ലിക്കേഷൻ കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. അതിന്റെ പ്രകാരം മലയാളത്തിലെ എല്ലാ പത്രങ്ങളിലും ഉമ്മൻചാണ്ടി ഹാജരായിട്ടില്ല, ഈ കേസ് എക്സ്പാർട്ടി ആകാൻ പോവുകയാണ് വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം പരസ്യം കൊടുത്തു. അതിനുശേഷം 3 ഡേറ്റ് വീണ്ടും കൊടുത്തു. അതിലും ഹാജരായില്ല. വീണ്ടും എക്സ്പാർട്ടി ആയി പ്രഖ്യാപിച്ചു. അതിനുശേഷം കുരുവിളയുടെ എവിഡൻസ് കഴിഞ്ഞു. അതിനുശേഷം ക്രോസ് ചെയ്യാൻ 2 ഡേറ്റ് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകന് നൽകി. എന്നാൽ അപ്പോഴും ഹാജരായില്ല. ഒടുവിൽ കുരുവിളയുടെ ആർഗ്യുമെന്റ് പൂർത്തിയാക്കിയതിനു ശേഷം ശിക്ഷ വിധിക്കുകയായിരുന്നു. അതായത് എക്സ്പാർട്ടിയായി ഈ കേസിനെ മാറ്റുകയായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന തെളിവുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, യെസ്, അവിടെയാണ് ശ്രീ പി എസ് സലീം ഇത്രയും വിശദമായ കാര്യങ്ങൾ ഒരുപക്ഷെ അതിൽ നിന്നും താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും ഈ എക്സ്പാർട്ടി ആക്കിയത് എങ്ങനെ എന്നത്. അല്ല സൗമ്യ, ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ. ഇപ്പൊ രാജീവ് ഇത് വളരെ കൃത്യമായി ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് അദ്ദേഹം നൽകിയ വിവരത്തിൽ നിന്ന് മലയാളത്തിലെ മാധ്യമങ്ങളിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു സമൻസ് അദ്ദേഹം ഹാജരാകാത്തത് കൊണ്ട് എക്സ്പാർട്ടി ആക്കുന്നതിന് മുമ്പ് മലയാളത്തിലെ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു സമൻസ് നൽകിയിട്ട് ഒരുപാട് എക്സ്ക്ലൂസീവ് ന്യൂസ്, ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസ് നൽകുന്ന പീപ്പിൾ ടിവിക്ക് പോലും ഇത് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അതല്ലല്ലോ ശ്രീ സലീം വിഷയം. വിഷയം ഇതാണ്. ഉമ്മൻചാണ്ടി അറിഞ്ഞു, ഓക്കെ ശരി, പീപ്പിൾ ടിവി അറിഞ്ഞില്ല, പക്ഷെ ഉമ്മൻചാണ്ടി അതല്ല ഞാൻ പറഞ്ഞത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം അത് സ്വാഭാവികമായും കോടതിയുടെ ഒരു നടപടിയാണ് ആ പത്രങ്ങളിൽ കൊടുക്കുക എന്നുള്ളത്. ആ കോടതി നിർദ്ദേശം അനുസരിച്ചാണ് എതിർകക്ഷി ഇപ്പൊ നിങ്ങൾ പറഞ്ഞനുസരിച്ച് 4ാം എതിർകക്ഷി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. സ്വാഭാവികമായും ഇതിൽ ഒരു മാധ്യമ ശ്രദ്ധ പതിയേണ്ട ഒരു ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ വിധി പ്രഖ്യാപനം വരുന്ന ദിവസം മാത്രം പറയാനുണ്ട്. അതായത് എക്സ്പാർട്ടി വിധിയാണെന്ന് പറഞ്ഞൊഴിയാൻ പറ്റാത്ത വിധത്തിൽ ഉമ്മൻചാണ്ടി സത്യവാങ്മൂലം നൽകിയ കേസാണിത്. ഈ സത്യവാങ്മൂലം നൽകിയ കേസിനെ പിന്നീട് എക്സ്പാർട്ടി ആവുന്നത് എങ്ങനെയാണെന്നാണ് പരിശോധിക്കുന്നത്. അല്ല, രാജീവ് പറയുന്ന സത്യവാങ്മൂലം എക്സ്പാർട്ടി സെറ്റിസൈഡ് ചെയ്യാനുള്ള ഒരു അപേക്ഷയോട് അനുബന്ധിച്ച് സമർപ്പിക്കുന്ന അഫിഡവിറ്റിനെ കുറിച്ചാണ് രാജീവ് സൂചിപ്പിക്കുന്നത്. അല്ല സൗമ്യ കേൾക്കോ, ഈ കേസിലെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉമ്മൻചാണ്ടി ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളത്, അല്ലെ അദ്ദേഹത്തിന് വേണ്ടി അഭിഭാഷകർ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളത് രാജീവിന്റെ റിപ്പോർട്ടിൽ പകൽ പോലെ വ്യക്തമാണ്. അഫിഡവിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എക്സ്പാർട്ടി സെറ്റിസൈഡ് ചെയ്യാൻ കൊടുക്കുന്ന അവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അതായത് അഫിഡവിറ്റ് സമർപ്പിച്ചതോടുകൂടി കേസിന്റെ വിശദാംശങ്ങൾ ഉമ്മൻചാണ്ടിയുടെ വക്കീലിന് ലഭിക്കുന്നു. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിനു ശേഷം ഈ കേസ് തോൽക്കുമെന്ന് ധാരണ വന്നതുകൊണ്ട് മാത്രമാണ് ഉമ്മൻചാണ്ടി കണ്ടെത്തിയാൻ
കണ്ടക്ട് ചെയ്യാതെ പോയത് എന്ന വാദം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനൊന്നും പറയരുത് രാജീവ് ഇങ്ങനൊന്നും പറയരുത്. അതായത് ഇവിടെ ശ്രീ സലീം ചോദിച്ചതിന്റെ രത്നചുരുക്കം ഇത് തന്നെയാണ്. ഉമ്മൻചാണ്ടി അറിഞ്ഞു ഈ കേസിനെ കുറിച്ച്, കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് എക്സ്പാർട്ടി ആകും എന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അത് കണ്ടസ്റ്റ് ചെയ്തില്ല? രാജീവ് ഒരു കാര്യം രാജീവ് മനസ്സിലാക്കുക, ഒരു സിവിൽ കേസ് ഇന്ത്യയിലെ ഏത് കോടതിയിലും എത്ര കാലം വരെ നമുക്ക് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. അതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഇതിനേക്കാൾ സേഫ് എന്ന് തോന്നുന്നു. കാരണം കേസ് നീണ്ടുപോവുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ വരുന്നത് ലംഘനം പോലും നടത്തിയെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. കാരണം അനുഭവിക്കുകയാണ്. അല്ല, എനിക്ക് രാജീവിന്റെ കൺക്ലൂഷനാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അത് ഒരുപാട് മുന്നോട്ട് പോകുന്നു. അതായത് കേസ് പരാജയപ്പെടും എന്നറിയാവുന്നത് കൊണ്ട് ഉമ്മൻചാണ്ടി കേസ് രാജീവിന്റെ ഒരു നിയമപരമായ ഒരു വ്യാഖ്യാനം ഉണ്ടല്ലോ. ബാക്കി എന്തുകൊണ്ട് എന്നാൽ പിന്നെ ആ കേസ് 10 തവണ ഹാജരാവാൻ ആവശ്യപ്പെട്ടു. കുറെയൊക്കെ ആളുകൾക്ക് അല്ല രാജീവ്, ആളുകൾക്ക് വിശ്വസിക്കാവുന്ന വ്യാഖ്യാനങ്ങളിലേക്കും നിഗമനങ്ങളിലേക്കും നിങ്ങൾ എത്തിയാൽ നമുക്ക് ശ്രീ സലീം കേസിനെ കുറിച്ച് അറിഞ്ഞു, അഫിഡവിറ്റിന്റെ സമയത്ത് അവിടെ വക്കീൽ ഹാജരായിട്ടുണ്ട്, സമൻസ് കൈപ്പറ്റിയിട്ടുണ്ട്, 2 തവണ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. ഈ ഘട്ടത്തിലൊക്കെയും കാണിച്ച ആ നിയമപരമായ രീതി എന്തുകൊണ്ട് പിന്നീട് കേസ് കണ്ടക്ട് ചെയ്തില്ല? ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. ഞങ്ങൾ ഈ കേസിൽ ഇത് പിന്നെ ഈ എക്സ്പാർട്ടി ജഡ്ജ്മെന്റ് സെറ്റ് സൈഡ് ആപ്ലിക്കേഷൻ കൊടുത്തു, അല്ല അതിനോടനുബന്ധിച്ചുള്ള സപ്പോർട്ടിംഗ് ആയിട്ട് അഫിഡവിറ്റ് കൊടുത്തോളൂ. എനിക്ക് ഞാൻ തർക്കം പറയുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ചർച്ചയുടെ ആദ്യം മുതൽ അവസാനം പറയുന്ന ഒരു കാര്യം, ഒരു ബീയിങ് ഹെയർഡ് എന്നുള്ളത് ഒരു നമ്മുടെ ഒരു അവകാശം കോടതി നൽകി. അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഉണ്ടായ കാര്യം എന്താണ്? അവിടെ കൾപ്രിറ്റ് അല്ല എങ്കിൽ, കുറ്റക്കാരനല്ല എങ്കിൽ അവിടെ തെളിയിക്കണമായിരുന്നു എങ്കിൽ കോടതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമായിരുന്നു. അവിടെ നിയമപരമായി തന്നെ ജയിച്ചു കാണിക്കണമായിരുന്നു. എന്തുകൊണ്ട് മനഃപൂർവ്വം എക്സ്പാർട്ടി വിധിയാക്കി മാറ്റി? സൗമി, യു പ്ലീസ് വെയിറ്റ്, കാത്തിരിക്കൂ, അവസരമുണ്ടല്ലോ. ഇത് കോടതി വിധിയാണ്. ഇനി കോടതി വിധിയിന്മേലുള്ള അപ്പീലുകളും മറ്റു കാര്യങ്ങളുമേ നടക്കുകയുള്ളൂ. അല്ല, അത് അന്തിമവും ഒന്നും അല്ല. അവിടെയാണ് സ്വാഭാവികമായി നിയമപരമായ ആ വിഷയത്തെ നേരിട്ട് ഒരു തിരിച്ചടി വന്ന ശേഷമായിരുന്നെങ്കിൽ ശരി. ഇവിടെ നിയമപരമായി അതിന് നേരിട്ടിട്ടില്ല. എന്തുകൊണ്ട് അത് എക്സ്പാർട്ടി ആക്കി മാറ്റി?